ക്യാഷ് പ്രൈസ് കൊണ്ടുവരും. മാഡം, എന്തു പറയുന്നു? ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? കൊടുക്കും. പ്രതീക്ഷയില്ലാത്ത മനുഷ്യരില്ലല്ലോ. ഞാനും പ്രതീക്ഷിച്ചു. എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് പണം അതെന്നെ ഏൽപ്പിക്കേ വേണ്ട. രാഘവേട്ടാ, ഇത് അനൂപ്. സുബൈറക്ക, കേൾക്കണം. ഈ മത്സരത്തിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാനായി പലരും പല ശ്രമങ്ങളും നടത്തി. ഞങ്ങൾ മത്സര സ്ഥലത്ത് എത്താതിരിക്കാനായി ഗുണ്ടകളെ വരെ ഏർപ്പാടാക്കി. അവിടുന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചതേ ദേ ഈ അനൂപ. അല്ലെങ്കിലേ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് സത്യസന്ധതയുണ്ടെങ്കിൽ അത് വിജയിപ്പിക്കാനായിട്ട് ഈശ്വരൻ ആരെങ്കിലും ഏർപ്പാടാക്കി തരും. അതിന് ഈ മോനൊരു നിമിത്തമായെന്നേ ഉള്ളൂ. മോനെ, ഒരു 5 മിനിറ്റ് ഇരിക്കാമെങ്കിൽ നല്ലൊരു കട്ടൻ ചായ കുടിച്ചിട്ട് പോവാം. അത് പിന്നെ സത്യമേ പിന്നൊരിക്കലാവാം. ഇപ്പോ അല്പ തിരക്കുണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നല്ല പയ്യനാ, മിടുക്കനാ. നിങ്ങളിരിക്കെ, ഞാൻ ഇപ്പൊ വരാവേ. പൊന്നു വാ. എന്നാ പിന്നെ ഞാനും ചെല്ലട്ടെ രാഘവ സാറേ. അല്ല, എന്താ തിരക്ക്? 100 വരട്ടെ, എന്നിട്ട് ഒരുമിച്ച് പോവാലോ. അവള് വന്നോളും. പണ്ടത്തെ പോലെ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വരാനും പോകാനും കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെയുള്ള പ്രായമായി. അല്ല, അതെന്താ? ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ശരി. സുബൈറെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എന്തുകൂടെ ഇത്? നീ കരയുന്നോ? ആണുങ്ങൾ കരയരുത്, കരയാൻ പാടില്ല. ഇതെന്റെ അച്ഛൻ എനിക്കൊന്ന് ഉപദേശമാ. പക്ഷേ പല സന്ദർഭത്തിലേ അതെനിക്കും കൈവിട്ടു പോയിട്ടുണ്ട്. പക്ഷേ അതുപോലെ നിനക്ക് സംഭവിക്കരുത്. എന്റെ മോൻ ആണായിട്ട് തന്നെ നിൽക്കണം, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. രാഘവന്റെ മോനാടാ നീ. അച്ഛനൊരു പക്ഷെ ജീവിതത്തിൽ പരാജയമായിക്കോട്ടെ, പക്ഷേ എന്റെ മോൻ അങ്ങനെ ആയിരിക്കരുത്. എടാ, മോന്റെ കണ്ണീര് കൊണ്ടുകൊണ്ട് അച്ഛന്റെ ജീവൻ പോയാലേ അതിൽ പരം അച്ഛന്റെ ആത്മാവിന് സങ്കടം വരാനുണ്ടോ?
സന്തോഷത്തോടെ മകൻ നിൽക്കുന്ന കണ്ടുകൊണ്ട് പോകുമ്പോഴാ ഏതൊരച്ഛന്റെയും ജന്മം സഫലമാകുന്നത്. എന്നെ നീ അങ്ങനെ പറഞ്ഞുവിടാവൂ, കേട്ടോടാ മോനെ. അങ്ങനെ ആയിരിക്കണം ഒരു മകനായി അച്ഛനോട് കാണിക്കേണ്ട കടമേ. കണ്ണോടിക്കടാ, തുടക്കടാ. നീ ഇനി വന്നേ, അച്ഛനെ കെട്ടിപ്പിടിച്ചേ. വാ. എനിക്ക് സന്തോഷം, എന്നും സന്തോഷം. കാരണം ദൈവം എനിക്ക് ഇതുപോലെ ഒരു അച്ഛനല്ലേ തന്നെ. പിന്നെ ഞാനെന്തിനു സങ്കടപ്പെടുന്നത്? സങ്കടങ്ങളും പ്രശ്നങ്ങളും വരുമ്പോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞോളാം, ഞാൻ രാഘവൻ നായരുടെ മകനാണ്. എന്നെ അങ്ങനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. മതിയടാ, അച്ഛനത് മാത്രം മതിയടാ.